ഭർത്താവിനെ കൊണ്ട് ഇനി എന്തായാലും ഒന്നിനും കൊള്ളില്ല. അപ്പോൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാനും ഇനി ആരെങ്കിലുമൊക്കെ വേണ്ടേ? നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഡോക്ടർ എന്തായി കാണിക്കുന്നേ? അല്ല, ഞാനിപ്പോൾ പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് വേണ്ടത് തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കുറച്ചുകൂടെ സ്നേഹത്തോടെ ചെയ്യാവോ? അകത്തേക്ക് പോയാലോ? കുറച്ചൊക്കെ ക്ഷമ കാണിച്ചൂടെ? ഭയങ്കര കാടനാ. ഞാൻ ക്ഷമയില്ലാത്തവനൊന്നുമല്ല. പക്ഷെ നിന്നെ കാണുമ്പോൾ എനിക്കൊട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. ഹലോ. ഹലോ സോണി മാഡം. ആ അതെ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ഭർത്താവിനൊരു ആക്സിഡന്റ് പറ്റി. എന്താ? ആദിത്യ, കുറച്ചു നേരം ഒന്ന് ക്ഷമിച്ചുകൂടായിരുന്നോ? ഞാൻ നിനക്കുള്ള സൂപ്പ് ഉണ്ടാക്കിയായിരുന്നു. ആദിത്യ, നമ്മുടെ പഴയ നാളൊക്കെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അന്നൊക്കെ എന്ത് രസമായിരുന്നു. മമ്മി ഞാൻ എത്തിയേക്കാന്ന് പറഞ്ഞല്ലേ, മമ്മി വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ? ശരി മമ്മി, ഞാൻ പിന്നെ വിളിക്കാട്ടോ. ഇങ്ങനൊന്നും കാണിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞതാ. ഇതെന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? എന്നെ സോപ്പിടാൻ അത്രയ്ക്ക് എളുപ്പമല്ല മോനെ ആദിത്യ. അങ്ങനെ വളയുന്ന പെണ്ണൊന്നും അല്ല ഞാൻ. അത് ശരി. പിന്നെ മിസ് സോണിയ, ഞാനും അങ്ങനെ ആപ്പിയൊപ്പിയൊന്നുമല്ല. പിന്നെ നിന്നെ വളയ്ക്കുന്ന കാര്യം, അത് നിന്നെ ഞാൻ പണ്ടേ വളച്ചതല്ലേ. ആണോ? എങ്കി പിന്നെ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക്. അപ്പോ ഇത് നീ എന്നെ ഒന്ന് ചലഞ്ച് ചെയ്യാ അല്ലേ? അങ്ങനെയും വേണമെങ്കിൽ പറയാം. ചലഞ്ചാണെങ്കിൽ പിന്നെ തോക്കാൻ പാടില്ലല്ലോ. ഭ്രാന്ത് പിടിപ്പിക്കുന്ന സ്നേഹമായിരുന്നു നിന്റെ. ആ സ്നേഹത്തിൽപ്പെട്ട് ഞാൻ എന്നെ തന്നെ മറന്നുപോയി. എന്ത് സന്തോഷമായിരുന്നൊക്കെ.
ആദിത്യ, നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ എപ്പോഴും നിന്റെ ഒപ്പം ഉണ്ടാവും. പിന്നെ ഞാനിപ്പോ ഒരു ഡോക്ടറെ പറ്റി കേട്ടിട്ടുണ്ട്. എത്ര വയ്യാത്ത ആളാണെങ്കിലും എഴുന്നേറ്റ് നടപ്പിക്കുമെന്നാ ഞാൻ കേട്ടത്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നീ വീണ്ടും പഴയതുപോലെയാവും. രണ്ടു വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റിയതാ ഡോക്ടർ. അന്നു മുതൽ പൂർണ്ണമായിട്ടും തളർന്നിരിക്കുക, പാരലൈസ്ഡ് ആയിരിക്കുക. ചെറുതായിട്ട് വിരലൊക്കെ അനങ്ങും, കണ്ണൊക്കെ അനക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഒക്കെ മുഖത്തെ ഭാവമൊക്കെ മാറും. വേറൊന്നുമില്ല. ഡോക്ടറിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങൾ വന്നേക്കുന്നത്. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഈ ഡിവോഷനെ സമ്മതിച്ചേ പറ്റൂ. നിങ്ങളെപ്പോലുള്ള സ്ത്രീകള് ഈ കാലത്ത് ഉണ്ടെന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങൾ എന്തായാലും ഒന്ന് പുറത്തു പോയിട്ടേ ഞാൻ ഇദ്ദേഹത്തൊന്ന് പരിശോധിക്കട്ടെ. നീ വിഷമിക്കാതിരിക്കെ, ഞാൻ പുറത്തുണ്ട്. ഞാൻ കുറച്ച് മരുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വാങ്ങിച്ചിട്ട് കറക്റ്റ് സമയത്ത് തന്നെ കൊടുത്തേക്കണം. ബാക്കിയുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ അടുത്ത 3 മാസവും എല്ലാ ദിവസവും വരണം. ശരി. നിങ്ങളെ കണ്ടിട്ട് നല്ല സുഖമില്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ നിങ്ങളുടെ പൾസ് ഒന്ന് നോക്കിക്കോട്ടെ. കമേൻ. നല്ലൊരു സ്വപ്നം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. സുന്ദരികളെ കാണുമ്പോൾ എനിക്കെന്താ പറ്റുന്നതെന്ന് അറിയില്ലല്ലോ. അല്ലെങ്കിലും ഇവളുടെ കെട്ടിയവനെ കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവുമില്ലല്ലോ. എനിവേ, ഒന്ന് കൺട്രോൾ ചെയ്യ്. ഇരുപത്തിനാല് മണിക്കൂർ ഇത് തന്നെയാ ജോലി. എന്റെ കാര്യം ശ്രദ്ധിക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല. പക്ഷെ ഒരു പ്രയോജനമില്ല. ഈ മരുന്നൊക്കെ ദിവസവും കഴിച്ചിട്ട് ഒരു പ്രയോജനം തോന്നില്ലേ? ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. സോറി ആദിത്യ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എന്തിനാ, ഞാനും ഒരു മനുഷ്യ സ്ത്രീ തന്നെയല്ലേ. ഇടയ്ക്കൊക്കെ എനിക്ക് സ്വയം നിയന്ത്രിക്കാനായിട്ട് പറ്റാതാവുന്നുണ്ട്. നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഐ എം സോറി. സോണിയ മാഡം പറഞ്ഞോളൂ. ഡോക്ടർ ഇപ്പോ 3 മാസം കഴിഞ്ഞില്ലേ? പക്ഷെ ഡോക്ടറിന്റെ മരുന്നുകൊണ്ട് എന്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാവുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല.
എനിക്കിപ്പോ തോന്നുന്നത് അവന്റെ ആരോഗ്യം ഒന്നുകൂടെ മോശമായെന്നാ. അത് മേഡം, നിങ്ങൾ പേടിക്കാതിരിക്കേ. മരുന്നിന്റെ എഫക്റ്റ് ഒന്നും കാണുന്നില്ലായിരിക്കും. പക്ഷെ എന്റെ മനസ്സിലൊരു വഴി തോന്നുന്നുണ്ട്. ഇവിടുത്തെ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വരാം. ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുത്തുകളെ. സോണിയ മേഡം, നമ്മളെല്ലാം ചെയ്ത് നോക്കിയില്ലേ? എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ചു. ഇനി എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു വഴിയുണ്ട്. ചിലപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഞാൻ പറയാൻ പോകുന്ന ഈ വഴിയെ കൊണ്ട് പറ്റിയേക്കാം. അതെന്ത് മാർഗമാ? എങ്ങനത്തെ ട്രീറ്റ്മെന്റാ? ഷോക്ക് ട്രീറ്റ്മെന്റ്. പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ശരീരം പൂർണ്ണമായും വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരു പേഷ്യൻസിനും നിങ്ങളുടെ ഹസ്ബൻഡിനെ പോലെ ഒട്ടും അനങ്ങാൻ പറ്റാത്തവർ, അവരുടെ കൺമുന്നിൽ വെച്ച് എന്തെങ്കിലും ഷോക്കിംഗ് ട്രീറ്റ്മെന്റ് നടന്നു കഴിഞ്ഞാൽ ആ ഷോക്കിങ്ങിലൂടെ അവർക്ക് ആ പാരാലിസിസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു വീൽ ചെയറിൽ അനങ്ങാൻ പറ്റാതെ കുറേ വർഷമായിരുന്നവർ ഒറ്റയടിക്ക് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാം എല്ലാം മനസ്സിന്റെ കളിയാ. ഒരുപാട് പേരുടെ അസുഖം ഞാൻ മാറ്റിയിട്ടുണ്ട് ഈ ഷോക്ക് ട്രീറ്റ്മെന്റിലൂടെ. എങ്കിൽ പിന്നെ നമ്മൾ വെച്ച് താമസിപ്പിക്കുന്ന എന്തിനാ ഡോക്ടർ? ഡോക്ടർ പറഞ്ഞാൽ മതി, നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം. അത് സോണി മേഡം, ഞാൻ ചികിത്സയൊക്കെ തുടങ്ങാം. പക്ഷെ അതിന് നിങ്ങളും കൂടെ ഒന്ന് സഹായിക്കണം. സഹായോ? ഞാനെന്ത് സഹായം ചെയ്യാനാ? ഇക്കാര്യത്തില് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റൂ. എങ്കില് ഡോക്ടർ പറഞ്ഞാൽ മതി. ഡോക്ടർ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. അത് മതി. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാ, നിങ്ങളോട് പറയാൻ തന്നെ എനിക്ക് മടി തോന്നുന്നുണ്ട്. ആദിത്യന്റെ അസുഖം മാറാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഡോക്ടർ പറഞ്ഞാൽ മതി, ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് വലിയൊരു മനസ്സുണ്ട്. ഒരു കാര്യത്തിന് ഉത്തരം പറയാമോ? നിങ്ങളെ ആരെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ മുന്നിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചാലോ, ഏതെങ്കിലും രീതിയിൽ ബലപ്രയോഗം നടത്താൻ ശ്രമിച്ചാലോ, അത് നിങ്ങളുടെ ഭർത്താവിനെ സഹിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ആദിത്യന് അസുഖമില്ലായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളെ ആദിത്യം കൊന്നു കളഞ്ഞേനെ. അത് ശരിയാണ്. ഞാനും അത് തന്നെ ആലോചിച്ചേ. അയാളുടെ മുന്നിൽ വെച്ച് നിങ്ങളോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയല്ല, അത് അയാൾക്ക് സഹിക്കാൻ പറ്റില്ല. സോ നമ്മൾ രണ്ടുപേരും കൂടി ഒരു നാടകം കളിക്കണം. നിങ്ങളോട് ഞാൻ മോശമായിട്ട് പെരുമാറുന്നത് പോലെ. ആ കാര്യം അയാൾക്കൊരു വലിയ ഷോക്കായിരിക്കും. ചിലപ്പോൾ അയാൾക്ക് ഈ ഒരു ഷോക്ക് കൊണ്ട് തന്നെ വലിയൊരു മാറ്റം തന്നെ ഉണ്ടായേക്കാം. എനിക്ക് മനസ്സിലായി, ഞാൻ റെഡിയാണ്. പക്ഷേ ആരാ എന്നോട് അങ്ങനെയൊക്കെ ചെയ്യാ? ഞാൻ. അതിൽ നിങ്ങൾക്ക് വിരോധമൊന്നും ഇല്ലെങ്കിൽ. എനിക്ക് വിരോധം ഉണ്ടാവുന്ന എന്തിനാ? ശരി, എന്നാൽ നമുക്ക് ചികിത്സ തുടങ്ങാം. പിന്നെ നിങ്ങളിതിൽ മോശമൊന്നും വിചാരിക്കരുത്. ഏയ് ഇല്ല, ഡോക്ടറുടെ ജോലി തുടങ്ങിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. ഡോക്ടർ വരൂ. ശരി. നമസ്കാരം സോണിയ മാഡം. ഡോക്ടർ വരൂ, ഇരിക്കൂ. ഡോക്ടർ എന്താ ഈ വഴിക്കൊക്കെ? സോണിയ മാഡം, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം കൂടി നോക്കിക്കൂടെ? എന്നുവെച്ചാ? നിങ്ങൾക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവൂലേ? ഭർത്താവിനെ കൊണ്ട് ഇനി എന്തായാലും ഒന്നിനും കൊള്ളില്ല. അപ്പോൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാനും ഇനി ആരെങ്കിലുമൊക്കെ വേണ്ടേ? നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഡോക്ടർ എന്തായി കാണിക്കുന്നേ? അല്ല, ഞാനിപ്പോൾ പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് വേണ്ടത് തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കുറച്ചുകൂടെ സ്നേഹത്തോടെ ചെയ്യാവോ? അകത്തേക്ക് പോയാലോ?
അതെ, നിന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ ഇനി പ്രതീക്ഷ വേണ്ട. ഇപ്പൊ ഇവിടെ നിന്റെ ഭർത്താവിനല്ല, നിനക്കാണ് ട്രീറ്റ്മെന്റ് വേണ്ടത്. എങ്കിലാ ട്രീറ്റ്മെന്റ് നടത്തണം. എന്തിനാ നോക്കി നിൽക്കുന്നേ? ഓ, അപ്പൊ തീ പിടിച്ചിരിക്കുന്നത് എനിക്ക് മാത്രമല്ല. അതിത്രയും നാൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതിപ്പോ കത്താൻ തുടങ്ങി. ഇനി അത് കെടുത്തണം. കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കും മോളെ. നിന്റെ ഉള്ളിലെ തീ മാത്രമല്ല, എന്റെ ഉള്ളിലെ തീയും ഞാനെന്ന് കെടുത്തിരിക്കും. ഇതെന്തായി കാണിക്കുന്നേ? ഇതൊക്കെ നിന്റെ ഭർത്താവിന് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഈ ഡോക്ടർ ഭയങ്കര കാടനാണല്ലോ. കാര്യം ഞാനൊരു ഡോക്ടർ ആയിരുന്നാലും നിന്നെ കാണുമ്പോൾ ഞാനൊരു കാടനായിട്ട് അങ്ങ് മാറുക. അയ്യോ വീട് ശരിക്കും കാടൻ തന്നെ. മണ്ണെണ്ണ ഒഴിച്ചേക്കുന്നേ. ഇവിടുന്ന് അനങ്ങിക്കഴിഞ്ഞ രണ്ടിനെയും ഞാൻ ഉറപ്പായും കത്തിച്ചു കളയും. സോണിയ, നീ എന്റെ അസുഖം മാറിയത് അവസാനമായിട്ട് കണ്ടോ? ആദിത്യ, നീ നീ പഴയ പോലെയായി. പ്ലീസ്, നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റ് പറ്റിയതാ. ഈ ഡോക്ടറുടെ വാക്ക് കേട്ടിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ എന്തായി പറയുന്നേ? ഇപ്പൊ ഇതൊക്കെ എന്റെ കുറ്റായോ? മിണ്ടരുത്. നീ എന്നെ ഒരുപാട് നോക്കിയതാ സോണിയ, അതിന് താങ്ക്സ് ഉണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അല്ല, ഇത് നിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിരുന്നു. ഇതാണോ ട്രീറ്റ്മെന്റ്? ഇങ്ങനെയാണോ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? എന്റെ കിടക്കയില്, എന്റെ ബെഡ്റൂമില് ഇതാണോ നിങ്ങളുടെ ട്രീറ്റ്മെന്റ്? എനിക്ക് അനങ്ങാൻ പോലും പറ്റില്ലല്ലോ. അറിയാതെ തീ പിടിച്ചതാണെന്നേ ആൾക്കാർ വിചാരിക്കുള്ളൂ. അങ്ങനെ രണ്ടും ചത്തു. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും മിസ്റ്റർ ആദിത്യ. ഒന്നനങ്ങാൻ പോലും പറ്റില്ല. നിങ്ങളുടെ ഭാര്യയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഒരു അപകടവും പറ്റി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് സഹതപിക്കാനല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ നിങ്ങൾ വിഷമിക്കട്ട. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് സർക്കാർ ഒരു ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്നു മുതൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ നോക്കിക്കോളും. ഇവരുടെ സാലറിയെ പറ്റി നിങ്ങൾ ചിന്തിക്കണ്ട. ഇവരുടെ സാലറി ഗവൺമെന്റിനെ നോക്കിക്കോളും. ഓക്കെ മിസ്റ്റർ ആദിത്യ, ഞാൻ ഇറങ്ങുവാണ്. നിങ്ങൾ ആരോഗ്യം നോക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ആരതി മാഡം, ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചോണം.
വരും.